പെരുന്നാൾ അവധിക്ക് നമ്മൾ റിയാദിൽ പോയൊരു സ്ഥലമാണ് കേട്ടോ. അത് ബൊലിവർ വേൾഡ്. ശരിക്കും നമ്മൾ എന്താണ് റിയാദിലുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബൊലിവർ വേൾഡ്. അതേ ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ പോകാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ നമ്മൾ ക്ലോസ് ചെയ്യണതിൻ്റെ അന്നാണ് നമ്മൾ പോയത്. അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നേരത്തെ കാണിച്ച അത്രയും രാജ്യങ്ങളുടെ പവലിയൻസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണവരെങ്ങനെയാണെന്ന് വെച്ചാൽ വി ബുക്ക് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. നമ്മൾ പോകുമ്പോൾ വീക്കെൻഡിൽ 30 റിയാലും വീക്ക് ഡേയ്സിൽ 20 റിയാലും ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും സീസൺ അനുസരിച്ചിട്ട്. ശരിക്കും നമ്മൾ ആ ഒരു പൈസ നമ്മൾ ചിലവാക്കിയാൽ അതിന് വർത്തായിട്ട സംഭവമാണ്. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. ഇതുപോലെ നമ്മൾ വെക്കേഷനിൽ വരുന്നവരായാലും അല്ല നമ്മൾ ഇവിടെ ഉള്ളവരായാലും ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ട് ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓരോ രാജ്യം എങ്ങനെയാണോ അതിൻ്റെ മെയിൻ കൾച്ചറുകൾ, അതിൻ്റെ ബിൽഡിങ്സ് ഒക്കെയാണ്. നമ്മൾ ആ ഒരു എൻട്രൻസിലൂടെ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രീറ്റിൽ കൂടെ പോകുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ശരിക്കും ചില പവലിയൻസ് ഒക്കെ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്രയും രസമാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ വെറുതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് എന്തെങ്കിലും ഒരു റൈഡുകളുണ്ട്, റൈഡിൽ കയറാതെ വെറുതെ നടന്നാൽ കൂടി അത് വളരെ വെറുത്താന്നേ പറയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈജിപ്റ്റ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈജിപ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യയും നല്ലതാണ് കേട്ടോ. ഇന്ത്യയിൽ നമ്മുടെ മോണുമെൻ്റായിട്ട് കാണിച്ചിരിക്കുന്നത് താജ്മഹലാണ്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ പവലിയൻ ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസ് നല്ലതാണ്, US നല്ലതാണ്. US-ൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴല്ല, സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണുന്നത്. മാത്രമല്ല ഓരോരോ ക്യാരക്ടേഴ്സ് അതിലുണ്ടാവും. അതിൽ US-ലൊക്കെ ശരിക്കും നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കിങ് കോങ്ങിൻ്റെ പടല്ലേ, അതിൽ മുകളിൽ കയറിയിട്ട് ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് ഫ്ലൈറ്റ് എടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ പറയുന്നത് ഈഫൽ ടവർ ഒരു ഒന്നൊന്നര സംഭവമാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരു ഫോട്ടോ കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പക്ഷേ അത് വർത്താണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് കാണുമെന്ന് പോലും നമുക്കറിയില്ല അല്ലേ. കാണാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിന് മുന്നിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കേട്ടോ. പക്ഷേ നമ്മൾ പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ 4 മണിക്കൂറോളം നടക്കാനുണ്ട്. അത്യാവശ്യം ക്ഷീണിക്കും. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും റിഫ്രഷ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എനർജി കിട്ടും, പിന്നെ നടക്കുക. എന്താ ഷൊക്കേറ്റിന് നല്ല എക്സ്പെൻസാണ്. റൈഡുകളിൽ കാണുന്ന അവിടുന്ന് സാധനങ്ങൾ വാങ്ങണമെന്നോ പറയില്ല. പിന്നെ അവിടെ നല്ല ഫ്രഷ് ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, വീണ്ടും നടക്കുക. അത്രയും നടന്നു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു വർത്താണ്. ഒരു വേൾഡ് ടൂർ നടത്തിയ പ്രതീതി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ലാത്തതാണ് കേട്ടോ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും.